അപ്പോൾ നമ്മൾ രാവിലെ ഇറങ്ങും കേട്ടോ. സമയം 9 മണിയായി. ഉറങ്ങിപ്പോയായിരുന്നു. കുളിച്ച് റെഡി ആയപ്പോഴത്തേനും 9:30 നമ്മളേതായാലും ഇറങ്ങാൻ തുടങ്ങുക. പേട്ട വരെ പോകണം. അങ്ങനെ നമ്മൾ നടന്ന് ഇരാറ്റുപേട്ട എത്തിയിട്ടോ. പേട്ടയിൽ നമ്മൾ നടന്നു പോവുകയാണ് താഴോട്ട് ഫിഷ് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സത്യം പറഞ്ഞാൽ എന്നും എപ്പോഴാണ് നമ്മൾ മീൻ മേടിക്കുന്നത് വീട്ടിൽ നിന്ന് നമുക്ക് എന്നാ ആവശ്യത്തിന് വന്നാലും നമ്മൾ നേരെ ഇങ്ങോട്ട് വരുള്ളൂ. ഇവിടെ വന്നു. പക്ഷേ ഒത്തിരി ആൾക്കാരുടെ അവിടെ നല്ല തിരക്കുണ്ട്. ഇപ്പം എല്ലാവരും ഒന്നുമില്ല. ഞാനും അദ്വൈതാരിയോ ഭയങ്കര ഫോൺവിളിയിലാണ്. സമയം 11:15 പക്ഷേ ഇവിടെ നമ്മൾ തിരിച്ച് പോകുമ്പോഴത്തേന് സമയം 1:30 2 മണി കഴിഞ്ഞ് 3 മണി എങ്ങാണ്ടായിട്ടോ. നമ്മളിവിടുന്ന് പൂതുകൂടി ആവുമ്പോഴാണ് തിരിച്ചു പോകുന്നത്. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഇതാണ് ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മളിവിടെ ചുമ്മാ നിന്നു മീനൊക്കെ വെട്ടി കിട്ടാൻ വേണ്ടി. അവൻ 2-3 കൂട്ടം മീൻ മേടിച്ചു, ഞാനും മേടിച്ചു. അങ്ങനെ ഇതെല്ലാം കണ്ട് ലൈവ് വരാനാട്ടോ. അടിപൊളിയായിരുന്നു. അവിടെ ജീവനോടെ കുറേത്തിലിട്ടിരിക്കുകയാണ്. അതിൽ നമുക്ക് പിടിച്ചു തരും. ലൈവ് വരാൽ കിട്ടിക്കാനായിട്ടോ. കാണാൻ ഒരു രക്ഷയില്ല. അത്ര അടിപൊളിയായിട്ടാണ് നമ്മൾ കണ്ടത്. അത് കണ്ടപ്പം ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് അത് നോക്കി അവിടെ അങ്ങനെ നിന്നു, കുറേ നേരം നിന്നു. അങ്ങനെ അതൊക്കെ കണ്ടിട്ടാണ് നമ്മൾ തിരിച്ചവിടുന്ന് പോരുന്നത്. അപ്പം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വന്നപ്പോഴേക്കും നമുക്ക് വിശക്കാൻ തുടങ്ങി. അങ്ങനെ നമ്മൾ കടയിൽ കയറി ഒരു ചായയൊക്കെ കുടിക്കാൻ വേണ്ടി. വൈകുന്നേരം ആയല്ലോ, അതുകൊണ്ട് തന്നെ ഒരു ചായയൊക്കെ കുടിച്ചേക്കാൻ. ചായ കുടിയൊക്കെ കഴിഞ്ഞാണ് നമ്മൾ വീട്ടിൽ പോകുന്നത്. അപ്പോൾ ഓക്കെ, ബൈ.